എൻ്റെ കയ്യിലുള്ളത് ഇപ്പം എക്സ്ട്രാക്ട് ചെയ്തെടുത്ത നല്ല ചൂട് പീനട്ട് ബട്ടറാണ്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ക്യാപിക്കലിലാണ്. ഇവിടെ ലൈവായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, എല്ലാം മഞ്ഞൾപ്പൊടി അടക്കം എല്ലാ പൊടികളും ലൈവായിട്ട് പൊടിച്ച് പാക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇവിടെ വേറെ കുറേ കാഴ്ചകളുണ്ട്. നമുക്ക് ആ വിശേഷങ്ങളൊന്ന് കണ്ടുവരാം. ഞങ്ങൾ ശരിക്കും 4 ഫ്രണ്ട്സ് ചേർന്നിട്ട് കോവിഡ് സമയത്ത് നമ്മളെല്ലാവരും കൂടെ കമ്പൈൻഡ് കുക്കിങ്ങും ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്യുന്ന ഒരു ടേസ്റ്റ് പല ഫുഡിനും ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിൻ്റെ മെയിൻ നമ്മൾ കാര്യം ആലോചിച്ചപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ടിരുന്ന പുട്ടുപൊടിക്ക് പകരം പാക്കറ്റിലുള്ള പുട്ടുപൊടി ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോന്നും പാക്കറ്റ് ഫുഡ്സിനെ ഡിപ്പെൻഡ് ചെയ്തപ്പം ആ ടേസ്റ്റ്, ആ നാടൻ രുചിയൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള ഡിസ്കഷനുകൾ ഭയങ്കര ചർച്ചയായിരിക്കുമല്ലോ കോവിഡ് ടൈമിൽ. അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകളിലൊക്കെ കൂടെയാണ് ഞങ്ങളിങ്ങനെ ക്വാളിറ്റിയുള്ള ഫുഡിനെ കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസായി, ആരോഗ്യത്തെക്കുറിച്ച് ഡിസ്കഷൻസായി. അങ്ങനത്തെ ഡിസ്കഷനിൽ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആശയം ഉടലെടുത്തത്. മായമില്ലാത്ത, പ്രിസർവേഷൻസ് ഇല്ലാത്ത, യാതൊരു തരത്തിലും പെസ്റ്റിസൈഡ് ഇല്ലാത്ത ഭക്ഷണം എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും, അതും ട്രാൻസ്പെറൻസി. കാരണം നോ യുവർ ഫുഡ് ഫ്രം ഫാം ടു പ്ലേറ്റ്, ഇതാണ് ശരിക്കും ഇതിൻ്റെ കോൺസെപ്റ്റ്. എവിടെ നിന്ന് വരുന്നു, എത്ര ലെവൽ ഓഫ് പെസ്റ്റിസൈഡ്സ് ഇതിനകത്തില്ല. അപ്പോൾ ഇവിടെ തന്നെ ഞങ്ങളിത് മില്ല് ചെയ്തും കൂടെ കൊടുക്കുന്നത് കൊണ്ട് ഷെൽഫ് ലൈഫിന് വേണ്ടി ഒന്നും ആഡ് ചെയ്യുന്നില്ല, യാതൊരു തരത്തിലുള്ള കളേഴ്സോ അങ്ങനെ ഒന്നും ഞങ്ങൾ ആഡ് ചെയ്യുന്നില്ല. ആ തനതായ രുചി, ട്രാൻസ്പെറൻസി ഒരു പ്രോസസ്സിൽ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നിന്നാണ് ഈ ഒരു ആശയം ഉടലെടുത്തത്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൊച്ചുകുട്ടികളുള്ളവരാണ്. അപ്പം മക്കൾക്ക് കൊടുക്കുന്ന കാര്യത്തിൽ ഇതേ കൺസേൺ ഞങ്ങൾക്കുണ്ട്. കാരണം ഹൈ ക്വാളിറ്റി ഫുഡ് മക്കൾക്ക് കൊടുക്കണം. ഞാൻ എൻ്റെ മോനൊക്കെ ഉണ്ടായ സമയത്ത് കായ നാട്ടിൽ കൊണ്ടുവന്ന് കഴുകി ഉണക്കി പൊടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു ക്വാളിറ്റി മക്കൾക്ക് എങ്ങനെ നല്ല ഭക്ഷണം കൊടുക്കാം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ബനാന പൗഡർ, കണ്ണങ്കായപ്പൊടി, അങ്ങനെയുള്ള റാഗിയൊക്കെ കഴുകി ഉണക്കി ഒരമ്മമാരെങ്ങനെ ആഗ്രഹിക്കുന്നോ ആ ക്വാളിറ്റിയിൽ ഇവിടെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം പ്രൊഡക്ട്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്കൊരു ലിസ്റ്റ് ഓഫ് സപ്ലയേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രൊക്യൂർ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ആരാണ് തരുന്നത്. ചില ആളുകളുടെ വീറ്റ് ഹൈ ക്വാളിറ്റി ആയിരിക്കും, പക്ഷെ അവരുടെ ബാക്കി പ്രൊഡക്റ്റ് നന്നാവില്ല. അപ്പോൾ എല്ലാവരുടെയും സോഴ്സ് ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നതാണ് നമ്മളിവിടെ ശരിക്കും വെച്ചിരിക്കുന്നത്. ഓരോന്നിൻ്റെയും 2-3 ക്വാളിറ്റി ഇല്ല, എല്ലാത്തിൻ്റെയും ബെസ്റ്റ് ക്വാളിറ്റിയാണുള്ളത്. ഇവിടെ നമുക്ക് എല്ലാ സ്പൈസസും ഉണ്ട്. ഈ സ്പൈസസും ഇതും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ പ്രൊഡക്ഷൻ എടുക്കുന്നത്. ഇത് അങ്ങനെ തന്നെ ഞങ്ങൾ കൊടുക്കും. ഇപ്പോൾ ഇവിടുത്തെ മഞ്ഞൾപ്പൊടിയും വാങ്ങാം, ഇവിടുത്തെ മഞ്ഞളും വാങ്ങാം, ഇവിടുത്തെ മുളക് അങ്ങനെയും വാങ്ങാം, മുളക് പൊടിയും വാങ്ങാം. ഇതാണ് നമ്മുടെ ലൈവ് മില്ലിംഗ് യൂണിറ്റ്. ഇവിടെ ഏതൊരു കസ്റ്റമറിനും എപ്പം വന്നാലും കാണാം എത്ര ഹൈജീനിക്കലിയാണ് നമ്മളിവിടെ സൂക്ഷിക്കുന്നതെന്ന് കാണാം. ഇതൊരു പൊടിമില്ലാണ്, അല്ലെങ്കിൽ ഇതൊരു പൊടിക്കുന്ന സ്ഥലമാണെന്ന് നമുക്ക് തോന്നില്ല. അത്രയും ക്ലീൻ ആയിട്ടാണ് ഞങ്ങളിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമുക്ക് ഓരോന്നും പൊടിക്കാൻ വേണ്ടിയിട്ട്, ഇതിപ്പോൾ മസാല പൊടിക്കുന്ന മെഷീന്, പിന്നെ ഓരോന്നിനും വേണ്ടി നമുക്ക് എക്സ്ക്ലൂസീവ് മെഷീൻസ് ഉണ്ട്. ഒരു പ്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെഷീൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അടുത്തത് ചെയ്യത്തുള്ളൂ. ഇന്നിപ്പോൾ നമ്മളിവിടെ പ്രൊഡക്ഷൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഒരു പ്രീമിയം, നമ്മുടെ തന്നെ ഓൺ റെസിപ്പിയാണ് ന്യൂട്രി മിക്സ്. ന്യൂട്രി മിക്സ് തന്നെ ഇതിൽ പീനട്ട് ഉണ്ട്, സോയ ഉണ്ട്, വീറ്റ് ഉണ്ട്, ദെൻ ചനാദാലുണ്ട്, തൂർദാലുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹെൽത്ത് മിക്സാണ്. ന്യൂട്രി മിക്സ് എന്നാണ് ഞങ്ങളിതിന് നെയിം ചെയ്തിരിക്കുന്നത്. ഈ ഹെൽത്ത് മിക്സ് എന്ന് പറയുമ്പോൾ ഇത്രയും പ്രോട്ടീൻ കണ്ടൻറ്റും കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുവാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ പനങ്കൽക്കണ്ടം ഉപയോഗിച്ചിട്ട് ഇത് കുറുക്കി കഴിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ പൗഡർ വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഇന്നിവിടെ പ്രൊഡക്ഷൻ എടുക്കാൻ പോകുന്നത്. നമുക്ക് സാമ്പാർ മസാലയുണ്ട്, രസം, ഗരം, വെജിറ്റബിള്, ഫിഷ്, മീറ്റ്, ചിക്കൻ, ഫിഷ് ഫ്രൈ, എഗ്ഗ്, ഇത്രയും വെറൈറ്റി മസാലാസ് ഉണ്ട്. നമ്മുടെ മസാലാസ് എല്ലാം തന്നെ ഹൈ ക്വാളിറ്റി സ്പൈസസ് ഉപയോഗിച്ച് മില്ല് ചെയ്യുന്നതാണ്. ഓരോ മില്ലിങ്ങിന് ശേഷവും അത് നമ്മൾ മോയ്സ്ചർ ടെസ്റ്റ് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് സെല്ല് ചെയ്യുന്നത്. കെപ്പക്കീലിൻ്റെ വേറൊരു നമുക്കൊരു ബേബി കെയർ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു റാഗി പൗഡർ ഉണ്ട്, പിന്നെ വരുന്നത് പാം ഷുഗറാണ്, കൂവപ്പൊടി, കണ്ണങ്കായ പൊടിച്ചതും ഉണ്ട്, കണ്ണങ്കായ ഇങ്ങനെ അതിൻ്റെ സ്ലൈസസും. ചിലവരിപ്പോൾ പൊടിച്ചത് മേടിക്കും, എന്നിട്ട് അപ്പോൾ അവർക്കത് ഡയറക്റ്റ്ലി അത് കുക്ക് ചെയ്ത് കൺസ്യൂം ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ലൈസസ് ആയിട്ട് മേടിച്ചും കൊണ്ട് പോകുന്നവരുണ്ട്. നമ്മുടെ വേറൊരു വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ കുറച്ച് സ്പ്രെഡ്സ് ചെയ്യുന്നുണ്ട്. അതായത് പീനട്ട്, ഹേസൽനട്ട്,
ഇങ്ങനെ കുറച്ച് സ്പ്രെഡ്സ് ചെയ്യുന്നുണ്ട്. ആളുകളുടെ കൺമുമ്പിൽ തന്നെ ഈ സ്പ്രെഡുകൾ ഞങ്ങളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹമാണ് നിത്യ മനോജ്, നമ്മുടെ കണക്കപ്പിള്ളയാണ്. നമ്മുടെ ഫുൾ അക്കൗണ്ട്സ്, പ്രൈസിങ്, സോഫ്റ്റ്വെയറിലുള്ള ഇൻവെൻട്രി ഹാൻഡിലിങ് എല്ലാം നോക്കുന്നു, സ്റ്റോക്ക് മാനേജ്മെന്റ് എല്ലാം നോക്കുന്നയാള് നിത്യയാണ്. ഓക്കെ. ലക്ഷ്മിയാണ് ക്വാളിറ്റി കൺട്രോൾ. അതായത് കംപ്ലീറ്റ്ലി ഹൈജീൻ, ഇതൊരു ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ് ആണല്ലോ, അവിടുത്തെ ക്വാളിറ്റി കൺട്രോളും അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ ഫുൾ ക്വാളിറ്റി കൺട്രോളിൻ്റെ ഇൻചാർജ് ലക്ഷ്മിയാണ്. അതുകൂടാതെ ലക്ഷ്മി ഒരു HR പേഴ്സൺ ആയിരുന്നു. പാർട്ട് ഓഫ് ദി HR വർക്കും ലക്ഷ്മി ചെയ്യുന്നുണ്ട്. സരിത ആണ് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ. ആക്ച്വലി എല്ലാ റെസിപ്പീസും സരിതയ്ക്ക് അറിയാം. നമ്മുടെ മസാലക്കൂട്ടുകൾ, പുട്ടുപൊടി, ദോശപ്പൊടിയൊക്കെ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് സരിതയാണ് ചെയ്യുന്നത്. ആക്ച്വലി എൻ്റെ പാട്ടെന്ന് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. പ്രോസസ് ഇംപ്ലിമെൻറ്റേഷനാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. എല്ലായിടത്തും ഉള്ള വർക്ക് ഫ്ലോ കറക്ഷൻ. പിന്നെ ഞാൻ കുറച്ച് സമയം സെയിൽസിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. സെയിൽസിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് ട്രെയിനിങ്, അങ്ങനത്തെ കാര്യങ്ങൾ ഇൻവോൾവ് ആകുന്നുണ്ട്. പിന്നെ നമ്മുടെ പുതിയ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുക, അതിൻ്റെ പാക്കറ്റ്സ് അതെല്ലാം ഡിസൈൻ ചെയ്യുക, അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ ഓവറോൾ എല്ലാവരും തന്നെ എല്ലാത്തിലും ഇൻവോൾവ് ആകും. ശരിക്കും പറഞ്ഞാൽ ഡിസിഷൻ ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. കാരണം നമുക്ക് തുടങ്ങാം, ഓക്കെ, ഒരു 1 മന്തിനുള്ളിൽ തന്നെ കൊണ്ട് ഏരിയ കണ്ടെത്തിയ പ്രൈം ലൊക്കേഷനിൽ ഒരു ഷോപ്പ് കണ്ടു, നമ്മൾ അവിടെ അഡ്വാൻസ് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ അതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള ഒരു ചർച്ചകളും സ്റ്റഡീസൊക്കെ തുടങ്ങിയത്. കാരണം അത് സീരിയസ് അല്ലായിരുന്നു. കാരണം ഇങ്ങനെ ഒരുപാട് ബിസിനസ് ചർച്ചകൾ ഈ കോവിഡ് ടൈമിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്, പല കൺസെപ്റ്റുകൾ. അപ്പോൾ അതുപോലെ ഒരു ചർച്ചയായിട്ട് ഇതിനെ അന്നേരം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത്ര സീരിയസ് ആയിട്ട് വരും എന്നൊന്നും വിചാരിച്ചിരുന്നില്ല. പിന്നെ ഇമ്മീഡിയറ്റ്ലി നടക്കാൻ പോയ സമയത്ത് ഹസ്ബൻഡ്സൊക്കെ ഒരു ഷോപ്പ് കണ്ടു, അവിടെ ഒരു ഷോപ്പ് ഉണ്ട്, അത് നമുക്ക് അഡ്വാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ ആ ഷോപ്പ് അന്നേരം അവിടെ ഫ്രീ ആയിരുന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അഡ്വാൻസ് കൊടുത്തു. പിന്നെ എല്ലാം ഫാസ്റ്റായി കാര്യങ്ങൾ. അപ്പോൾ ഓരോ മസാല, ചിക്കൻ ആണെങ്കിൽ ഒരു 5 സെറ്റ് ഓഫ് ചിക്കൻ മസാല എടുക്കും, എന്നിട്ട് അതെല്ലാം കുക്ക് ചെയ്ത് നോക്കും. ഞങ്ങളെല്ലാവരും കുക്ക് ചെയ്യും. എന്നിട്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കും, ഇതിലേത്, ഓരോരുത്തരുടെ വീട്ടിൽ ഓരോന്ന് കുക്ക് ചെയ്ത് നോക്കും. എന്നിട്ട് ഇതിലേതാണ് നല്ലത് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ട് ഓരോ ദിവസവും നമ്മൾ അങ്ങനെ കുക്ക് ചെയ്ത് നോക്കി എല്ലാവർക്കും, പിന്നെ ഫ്രണ്ട്സിന്, ഫാമിലിയിൽ നല്ല കുക്ക് ചെയ്യുന്ന ആൻറ്റിമാർക്കൊക്കെ കൊടുത്ത് ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഷെഫ്മാർക്കൊക്കെ കൊടുത്തിട്ട് ഷെഫ്മാരെ കൊണ്ടൊക്കെ ഫീഡ്ബാക്ക് എടുപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചാലഞ്ചസും ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു മൂന്നാമതൊരു പാർട്ട്ണറും കൂടെ വന്നു, രാധിക ഇപ്പം മിഡിൽ ഈസ്റ്റിലാണുള്ളത്. അപ്പോൾ കുറച്ചൊരു 10 മാസമായി അല്ലേ, ഒരു 10 മാസമായിട്ട് നമുക്ക് ഒരു പാർട്ട്ണറും കൂടെ ഉണ്ട്. അപ്പോൾ അവരും ഇൻവെസ്റ്റ്മെൻ്റായിട്ട് വന്നു. അങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് കുറച്ചും കൂടെ ഒന്ന് ഇതിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. കാരണം നമുക്ക് ഹോം ഡെലിവറി ഉണ്ട്, നമ്മൾ വിത്തിൻ 5 കിലോമീറ്റേഴ്സാണ് ഫ്രീ ഡെലിവറി ഉണ്ട്. അത് നമ്മുടെ സ്റ്റാഫ് തന്നെ ഓൺ ദെയർ ഫ്രീ സ്ലോട്ട്സ് അവർ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ പോർട്ടർ വഴി ഡെലിവറി ചെയ്യുന്നുണ്ട്. പിന്നെ DTDC, ശ്രീമാരുതി, ബ്ലൂ ഡാർട്ട്, അങ്ങനെ കുറേ കൊറിയർ സർവീസസുമായിട്ട് നമ്മൾ ഇത് ഡീലുണ്ട്. ക്യാപിക്കലിൻ്റെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഔട്ട്ലെറ്റും ഇപ്പോൾ ഉള്ളൊരു ഓൺലൈൻ ബിസിനസ്സിൽ മാത്രമാണ് നമ്മളിപ്പം ടൈം ബീയിങ് നിൽക്കുന്നത്. കുറച്ച് B2B ഓർഡേഴ്സും ഉണ്ട്. ഇതിൽ ഞങ്ങൾ ശരിക്കും ഫ്രാഞ്ചൈസീസ്, മെയിൻ സിറ്റീസിൽ ഫ്രാഞ്ചൈസീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എബ്രോഡ്, ഇപ്പം മിഡിൽ ഈസ്റ്റ്, ദുബായ്, കുവൈറ്റ്, UK ഇവിടെ നിന്നൊക്കെ ഹോട്ടായിട്ടുള്ള ഫ്രാഞ്ചൈസി എൻക്വയറീസസ് ഉണ്ട്. അപ്പോൾ ആ ഫ്രാഞ്ചൈസി സെറ്റിംഗ് അപ്പിനെ കുറിച്ചിട്ടാണ് ഇപ്പം ഞങ്ങൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിൽ എന്ന പരമ്പരാഗത ആശയത്തിനൊപ്പം ഓർഗാനിക് ഫുഡ് പ്രൊഡക്ട്സ് എന്ന പുതിയ ആശയം കൂടി സംയോജിപ്പിച്ചതാണ് ക്യാപിക്കലിൻ്റെ വിജയം. ക്യാപിക്കലിൻ്റെ ഈ കഥ നിങ്ങൾക്ക് പ്രചോദനകരമായി എന്ന് വിശ്വസിക്കുന്നു.